ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽവെറ്റ് ക്രോപ്പ് ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഔട്ട്ഫിറ്റ് തയ്ക്കാൻ നമുക്ക് എത്ര മീറ്റർ ഫാബ്രിക്കാണ് ആവശ്യം വരുന്നത്. ഇത് കമൻസ് ആയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് പോകുന്നത്. ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം എത്ര മീറ്റർ ഫാബ്രിക്കാണ് ഇതിന് ആവശ്യം വരുന്നതെന്ന്. ഇതെനിക്ക് കാലിക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. 8 വയസ്സും 10 വയസ്സിൻ്റെ മെഷർമെൻറ്റ്സിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർഡർ എല്ലാം കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ ഫാബ്രിക് എടുക്കാൻ പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഞാനിതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് കൺഫ്യൂഷൻ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ എത്രയാണ്, ക്രേപ്പ് ലൈനിങ് എത്രയാണ് വേണ്ടത്, അതുപോലെ ഈ ഒരു വർക്ക് മെറ്റീരിയൽ എത്രയാണ്, ലേസ് എത്രയാണെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണം കേട്ടോ. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, നമ്മുടെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ടോട്ടൽ ലെങ്ത്തിലേക്ക് 4 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 8 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചും സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 28 ഇഞ്ചസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ എനിക്കിവിടെ 40 ഇഞ്ചസാണ് കിട്ടിയത്. ഈ ഒരു 40 ഇഞ്ചസിനെ നമ്മൾ 4 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 160 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. അതിനെ നമ്മൾ ഫാബ്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 മീറ്റർ ഫാബ്രിക് എന്ന് പറയുന്നത് 40 ഇഞ്ചസാണ് കേട്ടോ. ഈ ഒരു 160നെ നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയായിരിക്കും നമ്മുടെ മീറ്റർ കണക്കായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വർക്ക് മെറ്റീരിയൽ 1 മീറ്റർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് നമ്മുടെ വെൽവെറ്റിൽ നിന്ന് കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ലേസും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ യോക്കിൻ്റെ ഭാഗത്ത് ഹാങ്ങിങ് ലേസും കൂടെ കൊടുക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഞാൻ 1 മീറ്ററാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട്. മുകളിലേക്ക് ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. സിമ്പിൾ വർക്കാണ് പോകുന്നത്. നമുക്കിത് ഷോൾഡറിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ സ്ലീവ്സിലാണ് കൊടുക്കാനുള്ളത്. ഈ ഒരു വർക്ക് മെറ്റീരിയൽ സെയിം വർക്ക് നമുക്ക് ടോട്ടലി അങ്ങനെ ഫാബ്രിക്കിൽ മൊത്തത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും 1/2 മീറ്റർ മതിയാവും കേട്ടോ. പക്ഷേ ഇത് താഴെ ഭാഗത്ത് മാത്രമല്ലേ വരുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഷോൾഡറിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 2 സൈഡിലും അത്യാവശ്യം ലെങ്ത്തിൽ വേണം. അപ്പോൾ ടോട്ടൽ 1 മീറ്റർ എടുത്താലേ നമുക്ക് 2 ഷോൾഡറിൻ്റെ സൈഡിലേക്കും സ്ലീവ്സിൻ്റെ എൻഡിലേക്കും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്ലീവ്സാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെയാണ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളത്. പിന്നെ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് 1 മീറ്റർ എന്ന് പറയുന്നത് 40 ഇഞ്ചസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്ലീവ്സിന് 10 ഇഞ്ചസ് ആ ഒരു കണക്കിലെടുക്കുകയാണെങ്കിൽ 20 ഇഞ്ചസ് അവിടെ പോകും. പിന്നെ ബാക്കി 20 ഇഞ്ചസാണ് ഉണ്ടാവുക. അത് നമുക്ക് ഷോൾഡറിൻ്റെ 2 സൈഡിലും ആ ഫ്രണ്ടിൽ വർക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിന് മാത്രമേ തികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 1 മീറ്റർ ആവശ്യം വരും. ഇല്ലെങ്കിൽ നമുക്ക് 1/2 മീറ്റർ കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിൽ വർക്ക് കുറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോവും. കാരണം അത് പിന്നെ വേറെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 മീറ്റർ എന്തായാലും എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവ്സും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രയാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു 20 ഇഞ്ച് കഷ്ടിച്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം എടുക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നമുക്ക് കോളറിലും ഈ ഒരു വർക്ക് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജിലൊരു ബോർഡർ പോലെ ചെറിയൊരു സ്കാൽപ്പ് വർക്കായിട്ട് പോകുന്നൊരു ഏരിയ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ത്രെഡിൽ കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 1 ഇഞ്ച് 1.25 ഇഞ്ച് വീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോളറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്നാണ് 2 ഷോൾഡറിൻ്റെ സൈഡിലേക്ക് വരുന്നത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. 1-2 പ്രാവശ്യം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കത് വേസ്റ്റ് ആവും ക്ലോത്ത്. അപ്പം ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ടും കട്ട് ചെയ്തെടുക്കാം.
ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ നമുക്ക് ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചില ഏരിയയിൽ വർക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കട്ടായിട്ട് പോയിട്ടുള്ള കുറച്ച് ബാക്കി പീസിൽ നിന്നും ഈ ഒരു ഫ്ലവറിന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചില ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് നെറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതിനെ നമുക്ക് ഗ്ലൂ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തിട്ടോ ഒക്കെ ഒന്ന് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചില ഭാഗത്ത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സ്ലീവ്സിലും ഷോൾഡറിൻ്റെ അവിടെയും നമ്മൾ വർക്ക് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു വെൽവെറ്റിൻ്റെ മുകളിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ലൈനിങ് പീസും വരുന്നുണ്ട്. അങ്ങനെ 3 ലെയറായിട്ടാണ് ഈ ഒരു സ്ലീവ്സിലും ഷോൾഡറിൻ്റെ അവിടെയും കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു ക്രേപ്പിലേക്ക് നമ്മൾ ഈ വർക്ക് മെറ്റീരിയൽ വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം വെൽവെറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു വർക്ക് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉൾഭാഗത്തേക്ക് കാണുന്ന രൂപത്തിലായിരിക്കും. ബാക്ക് സൈഡിൽ ഞാൻ ഹുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. വെൽവെറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം പാർട്ടി വെയർ ലുക്കാണ് കേട്ടോ ഇതിന് തരുന്നത്. പിന്നെ ആ ഒരു വർക്കും കൂടെ അതിലേക്ക് നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള കസ്റ്റമറിൽ അധിക പേരും ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ കൂടെയാണ്. ഈ ഒരു ഫുൾ സ്ലീവ്സിൽ നിന്നും നമ്മുടെ ഫിംഗറിലേക്ക് ഒരു ഡിസൈനും കൂടെ ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഹാങ്ങിങ് ലേസ് കൊടുക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ബീഡ്സ് വർക്ക് വരുന്ന ഹാങ്ങിങ് ലേസ് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് ബോർഡർ ലേസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പാറ്റേൺ ഇൻസ്റ്റയിൽ റീൽസ് ഇട്ട സമയത്ത് അത്യാവശ്യം നല്ല എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഓർഡേഴ്സും ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. Thank you for watching. Bye bye.